നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമം, മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തിരിപ്പ്. കോർപ്പറേഷനിലേക്ക് സ്ട്രക്ചറിൽ ചിരട്ടയെത്തിച്ച് LDF പ്രതിഷേധം. കോർപ്പറേഷൻ മൃതദേഹത്തോട് കാണിക്കുന്നത് അനാദരവെന്ന് MV ജയരാജൻ. ചേലോറയിലെ മാലിന്യ നീക്കം UDF അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണം. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി LDF രംഗത്ത്. LDF കൗൺസിലർമാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ പരീക്ഷണമെന്ന് CK പത്മനാഭൻ. പുതിയ പ്രസിഡന്റിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായില്ല, കാരണം ശാരീരിക അവശതകളെന്നും CKP. വാർത്തകൾ വിശദമായി. പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് ചിരട്ടയില്ല. പ്രതിഷേധിച്ച് ബന്ധുക്കളും നാട്ടുകാരും. കോർപ്പറേഷന്റേത് തികഞ്ഞ അനാസ്ഥയെന്ന് MV ജയരാജൻ. മൃതദേഹങ്ങളുമായി എത്തിയവർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. സ്ട്രക്ചറിൽ ചിരട്ടയെത്തിച്ച് LDF പ്രതിഷേധം അറിയിച്ചു. ഇന്ന് 3 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചത് നാട്ടുകാർ സംഘടിപ്പിച്ച ചിരട്ട ഉപയോഗിച്ചാണ്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള പയ്യാമ്പലം ശ്മശാനത്തിൽ കോർപ്പറേഷന്റെ അകത്തുള്ള മൃതദേഹം സംസ്കരിക്കുന്നത് സൗജന്യമായാണ്. കോർപ്പറേഷന് പുറത്തു നിന്നുള്ളതിന് ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതിനാവശ്യമായ വിറകും ചിരട്ടയും ഇവിടെ ലഭ്യമാവണം. എന്നാൽ കുറച്ച് വിറക് മാത്രവും ചിരട്ടയില്ലാത്ത അവസ്ഥയുമാണ്. മൃതദേഹവുമായി വരുന്നവർ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. മൃതദേഹത്തോടുള്ള തികഞ്ഞ അനാദരവാണിത്. കോവിഡ് കാലത്തും IRPCയുടെ വളണ്ടിയർമാർ മൃതദേഹം അടക്കം ചെയ്യാൻ തയ്യാറായപ്പോൾ അത് കോർപ്പറേഷൻ നിർത്തലാക്കി. ഇതെല്ലാം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ തികഞ്ഞ ഉദാഹരണമാണ്, MV ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ ചിരട്ട ഉണ്ടായാൽ മാത്രമേ മൃതദേഹം അത് ശരിയായ വിധത്തിൽ അടക്കം ചെയ്യാൻ കഴിയുള്ളൂ, സംസ്കരിക്കാൻ കഴിയുള്ളൂ. വിറക് മാത്രം കൊണ്ട് അത് കത്തിക്കാൻ കഴിയില്ല, അത് ശാസ്ത്രീയമാവുകയില്ല. കാരണം ഈ മൃതദേഹം ചെതയിൽ വെച്ചാൽ അടിയിൽ നിന്ന് ഈ മരമടക്കം കത്തണമെങ്കിൽ, വിറകടക്കം കത്തണമെങ്കിൽ ചിരട്ട അവിടെ 4-5 സ്ഥലത്ത് കത്തിച്ച ചിരട്ട അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. ചിരട്ടയില്ല. ഞങ്ങളിവിടെ വന്നു നോക്കുമ്പോൾ 3 മൃതദേഹം, ഒന്ന് പള്ളിക്കുന്ന്, അതിരകം, അലവിൽ, ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ടയില്ല. അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരൻ ഇവരോട് പറയുന്നത് ചിരട്ടയില്ല, എന്താ ചെയ്യാൻ കഴിയുക? ഏതാണ്ട് 2 മണിക്കൂർ നേരത്തോളം മൃതദേഹം അനാഥമായി ഇവിടെ കിടക്കുകയാണ്. പണ്ട് കോവിഡ് കാലത്തുണ്ടായതുപോലെ. കോവിഡ് കാലത്ത് IRPCയുടെ വളണ്ടിയർമാർ, പരിശീലനം നേടിയവർ, അവർ മൃതദേഹം ഇവിടെ അടക്കം ചെയ്യാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു, സന്നദ്ധ പ്രവർത്തനം. പക്ഷേ അത് കോർപ്പറേഷൻ നിർത്തലാക്കി. കോർപ്പറേഷനാണെങ്കിൽ പരിശീലനം നേടിയ ആളുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൃതദേഹം ഇവിടെ എത്തിയിട്ട് അടക്കം ചെയ്യാണ്ടായി. കാരണം കോർപ്പറേഷൻ്റെ ഉത്തരവ് ഇവിടെ ചുമതലക്കാരന് നിറവേറ്റാതിരിക്കാൻ കഴിയുകയില്ല. അവസാനം ഞങ്ങൾ തന്നെ അന്ന് വന്ന മൃതദേഹം, IRPCയുടെ വളണ്ടിയർമാർ, പ്രത്യേക വസ്ത്രം ധരിച്ചവർ, ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് എടുത്ത് ചതയിൽ വെച്ച് എന്നിട്ടടക്കം ചെയ്യുകയാണ് ചെയ്തത്. ഏതാണ്ട് അതേ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കോർപ്പറേഷൻ്റെ തികഞ്ഞ അനാസ്ഥ. ചിരട്ട കൊടുത്താലേ ശവസംസ്കാരം നടത്തൂ എന്നുള്ളത് കോർപ്പറേഷൻ കാണിക്കുന്ന അനീതിയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ ആവശ്യം പലതവണ കോർപ്പറേഷനിൽ പറഞ്ഞുവെന്നും അതിരകൻ ഡിവിഷൻ കൗൺസിലർ ET സാവിത്രി പറഞ്ഞു. ഇതിപ്പം എൻ്റെ ഡിവിഷനിലെ ഒരു പ്രായ അമ്മ മരിച്ചു. അപ്പോൾ അവരെ ബോഡി കൊണ്ട് ഞാൻ കത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എത്തിയെടുത്താണ് ഇവിടെ നമ്മളെ കൂടെ വന്ന ഒരു നാട്ടുകാരെ വിളിക്കുന്നത്. ഈ ഇവിടെ നമ്മൾ ചേട്ട മേടിച്ചു കൊടുക്കണം, ചേട്ട മേടിച്ചു കൊടുത്താലേ സംസ്കാരം നടത്തുമെന്ന്. എത്ര അനീതിയാണിത്! ഒരു പ്രായ ഒരാൾ അവർ അന്ത്യയാത്രക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഒരുക്കേണ്ട കോർപ്പറേഷനല്ലേ, അത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇവിടത്തേക്ക് ബോഡി കൊണ്ടുവരും? അപ്പോൾ അതിന് എന്തായാലും നല്ല ശക്തമായ നടപടി വേണം. നമ്മൾ കൃത്യമായി എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ യോഗത്തിൽ പറഞ്ഞതായത്, പക്ഷെ അതിനൊരു നടപടി ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുഴപ്പിലങ്ങാട് RSS പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകർ കുറ്റവാളികളാണെന്ന് പാർട്ടി കരുതുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നേരത്തെ 10 പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരാളെ വെറുതെ വിട്ടിരുന്നു. ബാക്കി 9-ൽ 8 പേരെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും ജയരാജൻ അറിയിച്ചു. നേരത്തെ കോടതി കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ നിരപരാധിയാണെന്ന് കണ്ടെത്തി കുറ്റവിമുക്തനാക്കി. ബാക്കി 9 പേരുണ്ട്.
അതിലൊരാളെ ജീവപര്യന്തത്തിനല്ല ശിക്ഷിച്ചത് എന്നാണ് അറിയുന്നത്. അയാളുടെ ശിക്ഷ എത്രയാണെന്നും അറിയില്ല. എന്തായാലും ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. സൂരജ് വധക്കേസിലെ കുറ്റവാളികൾക്ക് അഭിവാദ്യവുമായി CPM പ്രവർത്തകർ. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കോടതി ഉത്തരവിന് ശേഷം പുറത്തേക്ക് വന്ന പ്രതികളെ മുദ്രാവാക്യം വിളികളോടെയാണ് CPM സ്വീകരിച്ചത്. CPMന്റെ പ്രാദേശിക നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും തലശ്ശേരി ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും കോടതി പരിസരത്തുണ്ടായിരുന്നു. കോടതി മുറിയിൽ നിന്നും പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വാനിൽ കയറ്റുമ്പോൾ കുറ്റവാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് CPM യാത്രയാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളികളുടെ ചെലോ പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പെട്രോൾ ഡീസൽ വില കുറക്കണമെന്നും തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തിയത്. കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കാരായി രാജൻ അധ്യക്ഷനായി. കൺവീനർ K. ജയരാജൻ സ്വാഗതം പറഞ്ഞു. K. അശോകൻ, UV രാമചന്ദ്രൻ, T. അശോകൻ, MC ഹരിദാസൻ മാസ്റ്റർ, VK മനോജ്, VV പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമം, മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തിരിപ്പ്. കോർപ്പറേഷനിലേക്ക് സ്ട്രക്ചറിൽ ചിരട്ടയെത്തിച്ച് LDF പ്രതിഷേധം. കോർപ്പറേഷൻ മൃതദേഹത്തോട് കാണിക്കുന്നത് അനാദരവെന്ന് MV ജയരാജൻ. ചേലോറയിലെ മാലിന്യ നീക്കം UDF അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണം. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി LDF രംഗത്ത്. LDF കൗൺസിലർമാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ പരീക്ഷണമെന്ന് CK പത്മനാഭൻ. പുതിയ പ്രസിഡന്റിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായില്ല, കാരണം ശാരീരിക അവശതകളെന്നും CKP.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF നടത്തിയ അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷന് മുന്നിൽ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കോർപ്പറേഷൻ ഭരണസമിതി തുടരുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കുക, LDF കൗൺസിലർമാരോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നമ്മളിപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ഈ സ്റ്റേഡിയം കോർണറിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പദ്ധതിയുടെ ഒരു കോലം കാണാം. ഒരു മനുഷ്യൻ്റെ എല്ലും കൂട്ടുപോലെയുള്ള അസ്ഥിക്കൂട്ടം പോലെയുള്ള ഒരു പദ്ധതിയുടെ അവശിഷ്ടം. അതാണ് മൾട്ടി പാർക്കിംഗ് സംവിധാനം. അത് അവിടെയുമുണ്ട്, ടൗണിലുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ കോടികൾ മുടക്കി പണിതതാണ് മൾട്ടി പാർക്കിംഗ് സംവിധാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തതല്ലേ, അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? കണ്ണൂർ ടൗണിൽ പോയാൽ സെൻട്രൽ മാർക്കറ്റ് കോടികൾ ചെലവഴിച്ച് പണിതതല്ലേ. നാട്ടുകാരുടെ നികുതി പണമല്ലേ ഈ പദ്ധതിക്കെല്ലാം വേണ്ടി വിനിയോഗിക്കുന്നത്. അത് നാഷണൽ വേസ്റ്റ് ആക്കി ആ സെൻട്രൽ മാർക്കറ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ എത്രയെത്ര പദ്ധതികളാണ് കണ്ണൂർ കോർപ്പറേഷൻ പണം മുടക്കി പണിത് പ്രയോജനരഹിതമാക്കിയത്. ഇങ്ങനെ പദ്ധതികൾ പ്രയോജനരഹിതമാക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന നടപടികളാണ് അഴിമതിയിലേക്ക് എത്തുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെള്ളോറ രാജൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. M അനിൽകുമാർ, KP പ്രശാന്ത്, ജമാൽ സിറ്റി, M ഉണ്ണികൃഷ്ണൻ, CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷന്റെ പ്രഖ്യാപനം നടത്തിയതായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന പല പ്രവൃത്തികളിലും പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആൾ താമസമുള്ള വീടുകൾ, മാർക്കറ്റ് ഏരിയ, ഇതെല്ലാം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകളുടെ ബിൽഡിങ്ങുകൾ പഞ്ചായത്തിന് നേരിട്ട് ഇടപെട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഇത് നേരിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല സ്ഥലങ്ങളും ജില്ലയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് മാത്രമാണ്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ലൈനുകളുടെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതേപോലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളിലുള്ള എല്ലാവരും കൈകോർത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷന് പുറത്തും മാലിന്യമുക്തമായിട്ടുള്ള ഒരു രീതിയിൽ അത് വയ്ക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ ഈ ശുചിത്വ പ്രഖ്യാപനത്തോടു കൂടി നമ്മൾ നടത്തുന്നത്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി അധ്യക്ഷത വഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണ്ണമായി സൂക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അജൈവ മാലിന്യ ശേഖരണത്തിനും സംഭരണത്തിനായി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേക റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാസത്തിൽ 2 തവണ ഹരിത കർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബോട്ടിലുകൾ ശേഖരിക്കാൻ ബോട്ടിൽ ബൂത്തുകളും പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക്കും മറ്റും നിക്ഷേപിക്കാൻ ഒന്നിടവിട്ട സ്ഥലങ്ങളിലായി ബിന്നുകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കണ്ണപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ ശുചിത്വമുറികൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദ്രവമാലിന്യ സംസ്കരണത്തിലുൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. മറ്റു റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ള അനുകരണീയ മാതൃകയാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പൂച്ചട്ടിയും ഹരിത റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം ആലേഖനം ചെയ്ത
ബോർഡും കളക്ടർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് കെ വിനോദിന് കൈമാറി. റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് കെ വിനോദ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ, കണ്ണപുരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വിനീത, എ വി പ്രഭാകരൻ, പി വിദ്യ, വാടങ്കം ഒ മോഹനൻ, എൻ ശ്രീധരൻ, ടി കെ ദിവാകരൻ, കെ വി രാമകൃഷ്ണൻ, എം ശ്യാമള എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് സ്വാഗതവും വിഇഒ കെ വൈഷ്ണവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. റൈറ്റേഴ്സ് ഫോറം കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ നോവലിസ്റ്റ് ശേഖർജിയുടെ 50ാമത് പുസ്തകം പ്രകാശനം ചെയ്തു. മഹാത്മാ മന്ദിരത്തിൽ കേരള ക്ഷേത്ര കലാ അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സഹൃദയന്മാരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സഹൃദയന്മാരുടെ സാന്നിധ്യമാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിനെയും ശേഖർജിയുടെ സാഹിത്യ പ്രവർത്തനത്തെയും ഒക്കെ കൂടുതൽ പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് നിങ്ങളുടെയൊക്കെ കൂട്ടായ സഹകരണം, ഈ ഇത്തരം കൃതികളെ ജനമധ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ഇത്തരം കൃതികൾ വായിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം, ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാകണം. അത് ഉണ്ടാക്കാൻ റൈറ്റേഴ്സ് ഫോറത്തിന് സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയേറെ സമ്പന്നമായ ഒരു അധ്യക്ഷതയും സദസ്സും നടന്ന ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് TPR നാഥ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ശേഖർജിയെ ആദരിച്ചു. രാജൻ തീയറത്ത് മംഗളപത്രം വായിച്ച് സമർപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ, റൈറ്റേഴ്സ് ഫോറം സെക്രട്ടറി ശ്രീധരൻ കീഴറ, ജമാൽ കണ്ണൂർ സിറ്റി, KC ശശീന്ദ്രൻ, ഷൈൻ കളത്തിൽ, K ഹരീഷൻ, അശ്വതി പ്രഭാത്, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാഫല്യം, നവജ്യോതി കരുണാകര ഗുരു, പൂങ്കാവനത്തിലെ പൂങ്കുയിൽ, ഡോക്ടർ NK ശശീന്ദ്രന്റെ കാവ്യോപാസന, ശേഖർജിയുടെ തെരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടെ 50ാമത് പുസ്തക പ്രകാശനമാണ് നടന്നത്. യഥാക്രമം TPR നാഥ്, EV സുഗതൻ, ഡോക്ടർ NK ശശീന്ദ്രൻ, O അശോക് കുമാർ, മനോജ് കാട്ടാമ്പള്ളി എന്നിവർ പ്രകാശനം ചെയ്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എളിയാവൂർ കാപ്പിച്ചേരി തോട് റോഡ് സ്ലാബിട്ട് ഗതാഗത യോഗ്യമാക്കി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഗതാഗത യോഗ്യമാക്കിയത്. വിതരണം ചെയ്തതും അത് ഉണ്ടാക്കിയതും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കൊള്ളുവാനായിട്ട് ഇഷ്ടം, ആകാശം കൊണ്ട് കാണില്ല. ഇനി നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ സഹായിക്കണമോ ഇങ്ങോട്ട് സർക്കാരിനെ, ആ സഹായങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് ചിലത് കുറച്ചുകൂടി വേഗതയിൽ വേദിയെടുക്കാൻ നടപ്പിലാക്കാൻ കഴിയും എന്ന് കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് കാണാൻ അപ്പോഴും പ്രധാന കാര്യക്രമം പഠിത്തരണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമസ്കാരം. അതിരകം ഡിവിഷൻ കൗൺസിലർ ET സാവിത്രി അധ്യക്ഷത വഹിച്ചു. കോമത്ത് ചന്ദ്രൻ, M സുനിൽകുമാർ, NT സുധീന്ദ്രൻ, കേളമ്പേത്ത് പ്രേമരാജൻ, CT ശ്രീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദേശീയ ഡൗൺ സിൻഡ്രോം ഗെയിംസിൽ പങ്കെടുത്ത കണ്ണൂർ ദോസ്ത് അത്ലറ്റുകൾക്ക് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ആദരം. BMH ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ IAS ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ദേശീയ ഡൗൺ സിൻഡ്രോം ഗെയിംസിൽ പങ്കെടുത്ത ദോസ്ത് കണ്ണൂരിലെ ശ്രദ്ധേയരായ അത്ലറ്റുകളെ ആദരിക്കുന്നതിനായാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രത്യേക ചടങ്ങ് നടത്തിയത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈ പരിപാടിയിൽ അത്ലറ്റുകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും അവരുടെ അർപ്പണബോധത്തെയും മനോവീര്യത്തെയും അംഗീകരിക്കുകയും ചെയ്തു. അത്ലറ്റുകൾക്കുള്ള ഉദാരമായ സമ്മാനങ്ങൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്തു. ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ കഠിനാധ്വാനത്തെയും നിശ്ചയദാർഢ്യത്തെയും അംഗീകരിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനുമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ, ആശുപത്രി ജീവനക്കാർ, അത്ലറ്റുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കണ്ണൂർ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് അംഗങ്ങൾ ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ സ്ഥിരോത്സാഹത്തെ പ്രശംസിക്കുകയും അവരുടെ നേട്ടങ്ങളെ ഉൾക്കൊള്ളുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയിൽ അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ CEO നിരു മുണ്ടയാടൻ അധ്യക്ഷ പ്രസംഗം നടത്തി. ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ഒരു ആശുപത്രി എന്ന നിലക്ക് ഇതുപോലുള്ള ഒരു സംഘടനയായി കൂടി ചേർന്ന് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഇവർക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ ആധുനിക ചികിത്സാ രീതികൾ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ഫംഗ്ഷനാക്കി നിലനിർത്തുന്നതിനുള്ള താല്പര്യത്തിൽ കൂടുതൽ ഈ സംഘടനയും അല്ലെങ്കിൽ ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ചിരിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്.
ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ അസാധാരണമായ പ്രകടനത്തെ പ്രശംസിക്കുകയും ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികളെ ശാക്തീകരിക്കുന്നതിനുള്ള കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സമർപ്പണത്തെ കലക്ടർ പ്രശംസിക്കുകയും ചെയ്തു. ഇനിയും വർഷങ്ങളോളം ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവർക്ക് ഊർജ്ജം പകരാനുള്ള വ്യക്തികളാണ് ഇതിന് പിന്നിലുള്ള പാരൻസ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ കാര്യത്തിന് കാരണം ജീവിതത്തിന് അപ്രോച്ച് ചെയ്യണമെന്നുള്ള കൂടി എനിക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിൽ സ്പോർട്സ് മാത്രമല്ല ആർട്സും മറ്റുള്ള പഠനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള അച്ചീവ്മെൻറ്റുകൾ ഇതേപോലുള്ള നമ്മുടെ മെഡിക്കലായിട്ടുള്ള കുട്ടികൾ കണ്ണൂർ ജില്ലയിലുള്ള കുട്ടികളും അല്ലാതെയും എല്ലാവർക്കും കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുന്നോട്ട് നടക്കട്ടെ. ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവുകൾ വീണ്ടും മൂർച്ച കൂട്ടി അല്ലെങ്കിൽ അത് പുറത്തേക്ക് എത്തിക്കാൻ, പുറത്തേക്ക് സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുകയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സാമൂഹിക പ്രവർത്തകൻ നജ്മുദ്ദീൻ പിലാത്തറ കണ്ണൂർ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ അത്ലറ്റുകൾക്ക് നൽകി. ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് പുണ്ടിയാടൻ, മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ ഇ.കെ, എജിഎം മനോജ് ജി.എം, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ചീഫ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സോയ ഗോപകുമാർ, ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജിസ മെറിൻ ജോയ്, ഓപ്പറേഷൻ സീനിയർ മാനേജർ BRP ഉണ്ണിത്താൻ, കണ്ണൂർ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് പ്രസിഡന്റ് പ്രജിത്ത് എന്നിവരും പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമം, മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തിരിപ്പ്. കോർപ്പറേഷനിലേക്ക് സ്ട്രക്ചറിൽ ചിരട്ടയെത്തിച്ച് LDF പ്രതിഷേധം. കോർപ്പറേഷൻ മൃതദേഹത്തോട് കാണിക്കുന്നത് അനാദരവെന്ന് MV ജയരാജൻ. ചേലോറയിലെ മാലിന്യ നീക്കം UDF അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണം. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി LDF രംഗത്ത്. LDF കൗൺസിലർമാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ പരീക്ഷണമെന്ന് CK പത്മനാഭൻ. പുതിയ പ്രസിഡന്റിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായില്ല, കാരണം ശാരീരിക അവശതകളെന്നും CKP. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന BJP പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ശാരീരിക ക്ഷീണവും മറ്റും കാരണമാണെന്നും അതിൽ മറ്റ് അർത്ഥങ്ങൾ കാണേണ്ടെന്നും മുൻ സംസ്ഥാന പ്രസിഡന്റായ CK പത്മനാഭൻ. BJP കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പരീക്ഷണത്തിനിറങ്ങിയിരിക്കുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് നാളെ അറിയേണ്ട കാര്യവുമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രൈറ്റ് ആണ്. അത്തരം ഒരാളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് പരീക്ഷണമാണെന്നും CKP കൂട്ടിച്ചേർത്തു. പുതിയ നേതൃത്വം നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി
സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നു. ഞാൻ വളരെ അതിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് അതൊരു പുതിയ പരീക്ഷണമാണ്. നമ്മുടെ BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ ഒരു രീതിയിലേക്ക് കേരളത്തിൽ ഒരു പരീക്ഷണം നടത്തുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അത് തീരുമാനിക്കേണ്ട കാര്യമാണത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകളെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ദേശമംഗലത്ത് ഉള്ളൊരു ആണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിലാണ്. കണ്ണൂരിലെ നമ്മുടെ കെൽട്രോണിൻ്റെ നമ്പ്യാരുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. സാധാരണ രാഷ്ട്രീയത്തിൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയുണ്ട്. ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവരുന്ന രീതിയുണ്ട്, IAS-കാരെ അങ്ങനെയുള്ള. പക്ഷേ ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവന്നാലും അവർക്കൊക്കെ MP ആക്കുക, മന്ത്രിയാക്കുക ആ തലത്തിലാണ്. പക്ഷേ സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പുതിയ പരീക്ഷണമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള ഈ ഒരു വരവ് അത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനതിനെ വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കിഴുന്ന സെൻട്രൽ LP സ്കൂൾ 100ന്റെ നിറവിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിൽ കൈപിടിച്ചുയർത്തുകയെന്ന ലക്ഷ്യത്തോടെ 1925 ഗേൾസ് സ്കൂളായി ആരംഭിക്കുകയും പിന്നീട് ലിംഗഭേദമന്യേ പ്രവേശനം നൽകിയുമാണ് 100ാം വർഷത്തിൽ എത്തി നിൽക്കുന്നത്. ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100 വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാർച്ച് 29-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കിഴുന്നക്കാരുടെ ഇടയിൽ കുഞ്ഞിരാമൻ മാഷുടെ സ്കൂൾ എന്നറിയപ്പെടുന്നതും കിഴുന്നയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുമായ കിഴുന്ന സെൻട്രൽ LP സ്കൂൾ സ്ഥാപിതമായിട്ട് 100 വർഷം പിന്നിടുന്നു. ആദ്യകാലത്ത് 5ാം തരം വരെ ഉണ്ടായിരുന്നു. ലോവർ പ്രൈമറിയിൽ നിന്നും 5ാം തരം ഒഴിവാക്കിയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണം വന്നതോടെ 4ാം തരം വരെയുള്ള സ്കൂളായി. തുടക്കം മുതൽ സ്കൂൾ സ്ഥാപകനായ TP കുഞ്ഞിരാമൻ മാസ്റ്റർ വക കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകിയിരുന്നു. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിൽ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 1925 ഗേൾസ് സ്കൂളായി ഇത് തുടങ്ങിയത്. പിന്നീട് ലിംഗഭേദമന്യേ പ്രവേശനം നൽകി. ഇപ്പോൾ റിട്ടയർഡ് പ്രൊഫസർ P. രമണി മാനേജറും KV ദീപ പ്രധാന അധ്യാപികയുമാണ്. വിദ്യാലയത്തിന്റെ 100ാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100 വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. ജനു ആയിച്ചാൻകണ്ടി ചെയർമാനും KK മനോഹരൻ, KK ഹേമന്ത് കുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരും KV ദീപ ജനറൽ കൺവീനറുമായും ശതവാർഷിക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മാർച്ച് 29-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷനാവും. 100 ആദ്യകാല വിദ്യാർത്ഥികൾ ശതദീപം കൊളുത്തും. അനുമോദനം, ആദരം, നൃത്തസന്ധ്യ, ഏകപാത്ര നാടകം എന്നിവ അരങ്ങേറും. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം മാർച്ച് 30-ന് നടക്കും. ഇതിനോടനുബന്ധിച്ച് ബോട്ട് പാലം മുസ്ലിയാർ തോട് ശുചീകരണ പ്രവൃത്തി നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, പഞ്ചായത്ത് ജീവനക്കാർ, DYFI യൂത്ത് ബ്രിഗേഡ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തി നടത്തിയത്. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ K. ഗിരീഷ് കുമാർ, P. അഷ്റഫ്, വാർഡ് മെമ്പർ E. ശിവദാസൻ എന്നിവരും പങ്കാളികളായി. കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം മാർച്ച് 31-ന് നടക്കാനിരിക്കെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നത്. മതേതരത്വ സംഗമവേദിയായി ആസ്റ്റർ മിംസിന്റെ ഇഫ്താർ സംഗമം. വിരുന്ന് 2025-ൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള 1500ഓളം ആളുകൾ ഒരുമിച്ചു ചേർന്നു. പയ്യാമ്പലം അറേബ്യൻ ബീച്ച് റിസോർട്ടിലാണ് കണ്ണൂർ പൗരാവലിയുടെ സംഗമത്തിന് ആസ്റ്റർ മിംസ് വേദിയൊരുക്കിയത്. ആത്മസമർപ്പണത്തിന്റെയും ആത്മശുദ്ധിയുടെയും നാളുകളിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇഫ്താർ വിരുന്ന് സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതം പ്രഭാഷണം നടത്തി. സയ്യിദ് സഫറുദ്ദീൻ തങ്ങൾ, അബ്ദുൾ റഷീദ് ഫാദർ, ജോർജ് പൈനാടത്ത് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവയാണ്. വർഗീയതയിൽ അധിഷ്ഠിതമായി സമൂഹത്തെ വേർതിരിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകരമാകുമെന്നും സയ്യിദ് സഫറുദ്ദീൻ തങ്ങൾ പറഞ്ഞു.
എല്ലാ മതങ്ങളും മാനുഷിക നന്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആത്മസംസ്കരണത്തിലൂടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സംഗമം സഹായകരമാകുന്നുവെന്ന് ഫാദർ ജോർജ് പൈനാടത്ത് പറഞ്ഞു. മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരുടെ സംഗമമാണ് ഇഫ്താർ വേദിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിര പ്രേംനാഥ്, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, കണ്ണൂർ ACP രത്നകുമാർ, കണ്ണൂർ SHO ശ്രീജിത്ത് കൊടേരി, ചക്കരക്കൽ SH ആസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മാർട്ടിൻ ജോർജ്, കരീം ചേലേരി, രഘുനാഥ് ഹരിദാസ്, താഹിർ സഹദുള്ള, പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കുട്ടികളിലെയും യുവതലമുറയുടെയും ലഹരി ഉപയോഗം കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ തന്റെ 1/4 നൂറ്റാണ്ടിലെ ഏറെക്കാലമായി കളരി തപസ്യ അതിന് മറുപടി പറയുകയാണ് കാടാച്ചിറ കോട്ടൂർ സ്വദേശി പ്രകാശൻ ഗുരുക്കൾ. വീടിനടുത്തായി സ്വന്തമായി ജ്യോതിസ് കളരിയും 50ഓളം ശിഷ്യന്മാരുമുണ്ട് പ്രകാശൻ ഗുരുക്കൾക്ക്. മെയ് അഭ്യാസം മുതൽ വടിപ്പയറ്റും ഉറുമിപ്പയറ്റുമൊക്കെ അഭ്യസിക്കുകയാണ് ഇവർ പ്രകാശൻ ഗുരുക്കളുടെ കീഴിൽ. കളരിയിൽ വന്ന ഒരു കുട്ടിക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നില്ലെന്നും അത്രമാത്രം ഊർജ്ജവും ശക്തിയും നിറഞ്ഞ് മനസ്സ് ശാന്തമാകാൻ കളരി സഹായിക്കുമെന്നും പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു. പുലർച്ചെ 5 മണി മുതൽ രാത്രി 9 വരെ ഉച്ചവരെയുള്ള സമയത്തിലെ ഇടവേളകൾ ഒഴിച്ച് ഇവിടെ കളരി അഭ്യാസത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. 5 വയസ്സ് മുതൽ മധ്യവയസ്സ് വരെയുള്ളവർ പ്രകാശൻ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ്. സ്വദേശത്തും വിദേശത്തും ആരാധകരും ശിഷ്യന്മാരുമായി 6000-ഓളം പേർ ഇദ്ദേഹത്തിലുണ്ട്. വെറുതെ കളരി പഠിക്കുക മാത്രമല്ല, അത് കായിക ഇനമായി അവതരിപ്പിക്കുകയും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് ചാമ്പ്യന്മാരാവുകയും ചെയ്തവരാണ് ജ്യോതിസ് കളരി സംഘത്തിലെ കുട്ടികൾ. നാടിന് അഭിമാനമായി ഇവിടുത്തെ വിദ്യാർത്ഥിനികളും മാറുകയാണ്. സീസണിൽ കണ്ണൂർ ജില്ലയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ പതിവായി എത്തുന്ന കളരി കേന്ദ്രം കൂടിയാണ് പൊതുവാച്ചിയിലേത്. പ്രകാശൻ ഗുരുക്കളിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും കളരിയുടെ ബാലപാഠങ്ങളാണ് ഇവർ മനസ്സിലാക്കുന്നത്. റഷ്യ, പോളണ്ട്, ഫ്രാൻസ് തുടങ്ങിയ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും ജ്യോതിസ് കളരി സംഘത്തിൽ വരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ കോൺക്രീറ്റ് ജോലിക്കിടെ ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതാണ് പ്രകാശൻ ഗുരുക്കളെ കളരി ചികിത്സയിൽ എത്തിച്ചത്. വിദഗ്ധരായ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും വൻകിട ആശുപത്രികളിൽ കിടന്നിട്ടും മാറാതെ ജീവിതത്തിൽ ഇരുട്ടുപടർത്തിയ അസുഖം നാട്ടിൽ തന്നെയുള്ള കൃഷ്ണൻ ഗുരുക്കളുടെ കളരിമർമ്മ ചികിത്സയിലൂടെ മാറുകയായിരുന്നു. ഇതോടെയാണ് കളരി ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയതെന്ന് പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു. ഞാൻ 86 മുതൽ ഈ കളരിയിൽ പരിശീലനം നേടുകയും 95 മുതൽ 96 മുതൽ സ്വന്തമായി കളരി എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു 3, 4, 5000, 6000 കുട്ടികളെ ഞാൻ ഏകദേശം പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റ് ഇപ്പോഴത്തെ ലഹരി എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഒരുപാട് വളർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആയോധന കലകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വശത്താക്കി കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള ലഹരി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ആൾക്കാർക്കും ഈ ലഹരിയോട് അടിമപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാർഷാസ്, അതായത് കളരി പോലത്തെ മാർഷാസുകൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ലഹരികൾ ഒഴിവാക്കി കളരി തന്നെ ലഹരിയായി മാറും. 1/4 നൂറ്റാണ്ടോളം നീണ്ട കളരി അഭ്യാസത്തിനിടെ നിരവധി പുരസ്കാരങ്ങളും പ്രകാശൻ ഗുരുക്കളെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8215, പവന് 65,720 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമം, മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തിരിപ്പ്. കോർപ്പറേഷനിലേക്ക് സ്ട്രക്ചറിൽ ചിരട്ടയെത്തിച്ച് LDF പ്രതിഷേധം. കോർപ്പറേഷൻ മൃതദേഹത്തോട് കാണിക്കുന്നത് അനാദരവെന്ന് MV ജയരാജൻ. ചേലോറയിലെ മാലിന്യ നീക്കം UDF അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണം. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി LDF രംഗത്ത്. LDF കൗൺസിലർമാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ പരീക്ഷണമെന്ന് CK പത്മനാഭൻ. പുതിയ പ്രസിഡന്റിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായില്ല, കാരണം ശാരീരിക അവശതകളെന്നും CKP. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.